അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വരികയും മാതാവിൻ്റെ അടുത്ത് വന്ന് നിന്നതേ ഉള്ളൂ, ഒന്നും ചോദിച്ചില്ല മാതാവിനോട്. ഇനി ഇത് ഒരിക്കലും എനിക്ക് ഈശോ മാറ്റി തരുമെന്ന്, കാരണം ജന്മന തന്നതാണ്, അത് എനിക്ക് മരണം വരെ വഹിച്ചുകൊണ്ട് പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് 11-ാം ദിവസം എനിക്ക് ഈ വലിയ ഫോണില്ലായിരുന്നു. എനിക്ക് ഫോൺ വാങ്ങുകയും കൃപാസനം കേൾക്കുകയും ഞാൻ ചെയ്തു. അങ്ങനെ കൃപാസനത്തിൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ കേട്ടു വൈകുന്നേരം ചേട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ചേട്ടന് ഭക്ഷണം കൊടുത്ത് ഞാനിങ്ങനെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് മാതാവ് പറഞ്ഞു, സാക്ഷ്യം കേൾക്ക്, എന്തിനാണ് ഈ ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ വേഗം ഫോണെടുത്ത് സാക്ഷ്യം കേട്ടേക്കാമെന്ന മാട്ടിൽ വേഗം ഫോൺ ഓണാക്കി. അപ്പോൾ ഒരു ചേച്ചി പറയുന്നു, ആ ചേച്ചിയുടെ കാലിന് നീരായിരുന്നു, മാതാവ് വന്ന് തൊട്ട് സൗഖ്യം നൽകി. പെട്ടെന്ന് മാതാവ് എൻ്റെ കാലിൽ വന്ന് തൊടുകയും ഞാൻ കാല് നിവർത്തി ചവിട്ടി നിൽക്കുകയും